നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങൾ അങ്ങനെ കളിച്ചിട്ട് തോറ്റാലും കുഴപ്പമില്ലെന്നേ, നിങ്ങൾ ആസ്വദിച്ച് കളിക്കണം, റിസ്ക് എടുക്കാൻ തയ്യാറാവണം. കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ടീമിന് കൊടുക്കുന്ന ഉപദേശമാണ് എന്ന് പറഞ്ഞാൽ തോൽക്കാൻ വേണ്ടി കളിക്കണം എന്നല്ല, റിസ്ക് എടുക്കാൻ തയ്യാറായിക്കോ, നിങ്ങൾ കളിക്കുന്ന രീതിയിൽ കളിച്ചോ, ഫ്രീഡം ഉണ്ടാവണം, കളിക്കളത്തിൽ ആസ്വദിച്ച് കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ജയിക്കാൻ വേണ്ടി ഇങ്ങനെ പേടിച്ച് കുറേ ഡിഫെൻഡ് ചെയ്ത് അങ്ങനെ നിൽക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ ഉപദേശം ടീമിന് വലിയ രൂപത്തിൽ ആശ്വാസമാണ് നൽകുന്നത് എന്ന് പറയുന്നു ലൂയിസ് എൻട്രീക്കെ. യെസ്, ബ്രസീലിയൻ ടീമിൻ്റെ ലൂയിസ് എൻട്രീക്കെ. ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ബൂട്ടഫാഗയിൽ ഉണ്ടായിരുന്ന ലൂയിസ് എൻട്രീക്കെ 2024 മുതൽ ബ്രസീലിന് വേണ്ടി കളിക്കുന്നു. 11 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. വേൾഡ് കപ്പിന് അദ്ദേഹത്തിന് പോകാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയാണിപ്പോൾ ലൂയിസ് എൻട്രിക്കേക്കുള്ളത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, ടീമിലുണ്ടാകുമോ ഇല്ലയോ. എല്ലാ കളിക്കാരും വേൾഡ് കപ്പ് എന്നുള്ളത് സ്വപ്നമായിട്ട് കാണുന്നവരാണല്ലോ. അപ്പോൾ ഇപ്പോൾ വേൾഡ് കപ്പിനോട് അടുത്ത് വരുമ്പോൾ ആ ഒരു ആങ്സൈറ്റി എനിക്കുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ആഞ്ചലോട്ടിയാണ് ഞങ്ങൾക്ക് ആ കോൺഫിഡൻസ് തിരികെ തന്നയാൾ, ഒരു സംശയവും വേണ്ട. ഞങ്ങൾ തോൽക്കാൻ വേണ്ടി കളിച്ചാലും പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറയാം. കാരണം എന്താ, റിസ്ക് എടുക്കണം, റിസ്ക് എടുത്തിട്ട് മനോഹരമായ ഫുട്ബോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അതാണ് അദ്ദേഹം പറയുന്നത്. എല്ലായ്പ്പോഴും അദ്ദേഹം പറയുന്ന കാര്യമാണ്, കളിക്കളത്തിൽ നമ്മൾ സന്തോഷവാന്മാരായിരിക്കണം. കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും സംഭവിച്ചോളും, നേച്ചുറലി കാര്യങ്ങൾ സംഭവിച്ചോളും. ഈ ഫ്രീഡം തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്ലേയിങ് സ്റ്റൈലിന് വളരെ ഫണ്ടമെൻ്റലാണ് എന്നുകൂടി ലൂയിസ് എൻട്രിക്കെ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ആഞ്ചലോട്ടി എല്ലാ താരങ്ങളോടും സംസാരിക്കും, അവർ പറയുന്നതൊക്കെ അദ്ദേഹം കേൾക്കും. എപ്പോഴും അദ്ദേഹം ചോദിക്കാറുണ്ട്, എങ്ങനെ കളിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന്, ഏത് തരത്തിലുള്ള ഗെയിമാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്ന്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ഒരു ബിഗ് ഫാദർ ഫിഗറാണ് ശരിക്കും ടീമിൽ. അദ്ദേഹം നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈറ്റ്നെസ്, ഒരു തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയല്ല ഞങ്ങളുടെ ഡ്രസ്സിങ് റൂമിലുള്ളത്. എല്ലാവരും ഹാപ്പി ആയിട്ട് കളിക്കണം എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. ഇപ്പോൾ തോറ്റോട്ടെ, അത് പ്രശ്നമല്ല എന്നുള്ളത് ഒരു നിലപാടിലാണ് അദ്ദേഹം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇത്രയധികം ടാലൻറ്റ് ബ്രസീലിലുള്ള പോലൊരു ടാലൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് തന്നെ വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് കളിക്കളത്തിൽ നമുക്ക് സന്തോഷവാന്മാരായിരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതായത് കളിക്കളത്തിൽ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കണം. ബ്രസീലിന് ഇത്രയും ടാലൻ്റ് ഇല്ലേ, അതുകൊണ്ട് കളിക്കളത്തിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾ കളിക്കൂ എന്നാണ് ആഞ്ചലോട്ടിയുടെ ഉപദേശം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.